ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഈ ഹോല എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണ് കേട്ടോ, സ്പാനിഷ് പിടിച്ചാണ്. എനിവേ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തായിരുന്നു. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഒരു ഫോട്ടോ ഒന്നിലൂടെ ജസ്റ്റ് കൊടുത്തേക്കാം. വേണ്ടവർക്ക് വേണമെങ്കിൽ അത് വീഡിയോ പോയി കാണാം. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മൈൻഡ് സീസൺ 3 ഇറങ്ങാൻ പോകുന്നുണ്ടോ എന്നാണ്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഒരു വേറെ അനാർക്കി കളിക്കുന്നത്, അനാർക്കി സെർവർ ഉണ്ടായിരുന്നൊരു ടീമുണ്ട്, പാതാളം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൊളാബറേഷൻ റെഡിയാണോ എന്നൊക്കെ. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, കുറേ നമ്മുടെ മൈൻഡിൻ്റെ കുറേ പ്ലേയേഴ്സ് ഇങ്ങനെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും, പിന്നെ ഒരു പുതിയ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് എന്താണെന്നും എങ്ങനെയൊക്കെയാണെന്നും പ്ലെയർ ലിസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മളൊരു സ്ലൈഡ് ഷോ പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എനിവേ നമ്മൾ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസിങ് അവർ ന്യൂ സെർവർ ദേവാസുരം എന്നാണ് സെർവറിൻ്റെ പേര്. GC ഈസ് എ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെർവർ, ഓൾസോ SMP സെർവറാണ് ആൻഡ് പ്രൈവറ്റ് വൈറ്റ് ലിസ്റ്റഡ് സെർവറാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ സ്ലോട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന സ്ലൈഡിൽ സ്ലോട്ടിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. എപ്പോഴാണ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 1 10 മണിക്കാണ്, രാവിലെ 10 മണിക്ക്. ബിക്കോസ് നമുക്ക് കുറേ പേര് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് അത്രയും നീട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ എപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. എനിവേ ഏപ്രിൽ 1 നമ്മളെ ലോഞ്ചിങ് വരുന്നുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മളെ മിക്കവാറും ലൈവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ലൈവ് മിക്കവാറും നമ്മളെ ദേവാസുരത്തിൻ്റെ ലോഞ്ചിങ് ഡേ ഉള്ള ലൈവായിരിക്കും. സോ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ മെയിൻ ഫോക്കസ്ഡ് ഓൺ ഗുഡ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് നല്ല റീച്ചുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സും വീഡിയോക്കുള്ള ക്വാളിറ്റി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അങ്ങനെയല്ല. വി നീഡ് ദ ബെസ്റ്റ് ക്വാളിറ്റി കണ്ടൻറ് എടുക്കുന്നത് എങ്ങനെയാണ്, അവരുടെ പ്രസൻറ്റേഷൻ ആൻഡ് അവർ ബിൽഡറാണോ അതോ അവരുടെ പ്ലേ സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് കുറച്ച് പേരെ നമ്മൾ ഹാർഡ് കോറായിട്ട് ബിൽഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദേവാസുരം എന്ന് പറയുമ്പോൾ അതായത് എന്താണ് ദേവാസുരം, അത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താ ദേവാസുരം എന്ന് മനസ്സിലാവില്ല. അതായത് നമ്മൾ അബൌട്ട് ദി സെർവേഴ്സ് ഹാവ് സം ബാക്ക് സ്റ്റോറി, നമുക്ക് കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, അത് നമ്മൾ വരുന്ന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു പോകും. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ പവേർഡ് ബൈ പാതാൾ നെറ്റ്വർക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മൈൻഡായിട്ട് കൊളാബ് വന്ന പാതാൾ നെറ്റ്വർക്കാണ് ഇതിന് പവർ ചെയ്തിട്ടുള്ളത് ദേവാസുര സെർവറിനെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ബട്ട് ദർ ഈസ് 2 പ്രൊസീജിയർ. ഒന്ന് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കവർ ചെയ്യാനും, കാരണം നമ്മൾ സെർവറിൽ ലോങ് ടൈം കളിക്കാൻ കഴിയുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ ചാനലുണ്ടോ അതോ ബിൽഡറാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻ്റർവ്യൂ എന്നുള്ള പോലെ ഉണ്ടാവും. ഒട്ടുമിക്ക ഒരു 90% ആൾക്കാർ ഗൂഗിൾ ഫോം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവും കൂടി കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ലിസ്റ്റ് കൊടുക്കാറാണ് പതിവ്. കുറച്ച് പേര് അല്ലാതെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം കുറച്ച് മടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ചിലവർക്ക് ഇൻ്റർവ്യൂ കാണും, ചിലവർക്ക് ഇൻ്റർവ്യൂ കാണത്തില്ല. കാരണം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ് നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാറില്ല. ഓക്കെ, ആൻഡ് ഇതിൽ എത്ര സ്ലോട്ട് ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. 25 to 30 സ്ലോട്ട് ആണ് ഇപ്പോൾ, എബൌട്ട് ടു 10 to 15 അതിലും കൂടുതൽ പ്ലെയേഴ്സ് ഇപ്പോൾ ഓൾറെഡി റിക്രൂട്ട് ആയിട്ടുണ്ട്. എനിവേ കാരണം 25 to 30 വെക്കാൻ കാരണം നമ്മൾ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച് കുറവാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, സ്റ്റാഫ് മെമ്പേഴ്സിനെ വേണമെങ്കിൽ എടുക്കാം. ബട്ട് നമ്മൾ സ്റ്റാഫിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ പ്ലെയേഴ്സിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ട് നമ്മൾ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച് കുറച്ചേക്കുന്നു. ആൻഡ് വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്ന പ്ലെയേഴ്സിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. കാരണം പ്ലെയേഴ്സ് കൂടുമ്പം കോൺഫ്ലിക്റ്റും കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ
25 to 30, ചിലപ്പം 31, 32 വരെ സ്ലൈറ്റ്ലി അങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടാവും. എനിവേ, അപ്പം ഇത്രയാണ് സ്ലോട്ട് ഉള്ളത്. ഐ തിങ്ക് ഒരു 5-6 മെമ്പേഴ്സിനും കൂടി ജോയിൻ ചെയ്യാൻ കഴിയും എന്ന് കരുതുന്നു. നിങ്ങളും ചെയ്യേണ്ടത് താഴെ കൊടുത്ത ഡിസ്കോഡ് ലിങ്ക് ഉണ്ട് വാസുരത്തിൻ്റെ, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ ഫോം ഉണ്ടാവും അവിടെ. അത് ഫില്ലാക്കി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും, നമ്മൾ മെസ്സേജ് അയക്കും. ഇന്ന ദിവസമാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യം, എന്ന ദിവസം ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം വൈറ്റ് ലിസ്റ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, പ്ലെയർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റത്തെ ആൾ നമ്മൾ ജംബു എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമ്മളെ മുമ്പുണ്ടായിരുന്ന ഗംഗോക്കുമാണ് ജംബു എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ താഴെ കിടക്കുന്നത് NFX നമ്മളെ നദീബ്രോയുടെ ഇത് ഫോണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. ആൻഡ് താഴെ ഉള്ളത് മിസ്റ്റിക് ബ്രോ നമ്മൾ പുതിയതായിട്ട് വന്ന ആളാണ്. ആൻഡ് കില്ലാടിക്കൂട്ടം, ഐ തിങ്ക് ഹിസ് നെയിം വാസ് ചേഞ്ച് ടു മാക്സ് അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നു. ബട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ സ്ലൈഡിൽ. അപ്പോൾ താഴെ മിസ്റ്റേക്കും കില്ലാടിക്കൂട്ടം പുതിയ ആൾക്കാരാണ്. പഴയ ആൾക്കാർ കുറച്ചുണ്ട് ആൻഡ് പുതിയ ആൾക്കാർ കുറച്ചധികം ആൾക്കാർ പുതിയതുണ്ട്. പിന്നെ പാതാളത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ സ്വന്തം ആൾ നെറ്റാൽ ഹാറ്റ് പോൺസൺ, പിന്നെ റിച്ച് ആൻഡ് കട്ട്. അപ്പോൾ റിച്ചിന് കട്ടിനും അറിയാത്തവരുണ്ട്, കുറവായിരിക്കും. എനിവേ, ഇവരെ ചാനൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ അലൻ ബ്രോ നമ്മളെ പാതാളത്തിൻ്റെ സെർവറിൽ കളിക്കുന്ന ആളാണ്. എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗോ എന്ന് വരുന്നിട്ടുള്ളത്, ദേവാസുരം എന്ന് പറഞ്ഞിട്ടുള്ള. ഇൻട്രോ ഞാൻ കയ്യാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. മേ ബി ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് വരെ ഇൻട്രോ സെറ്റായിട്ടില്ല, ചിലപ്പം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈനലോ ലാസ്റ്റ് ആഡ് ചെയ്യാം, എങ്ങനെയൊക്കെ കാണാം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ കുറച്ച് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലൂബ്രോ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ലൂബ്രോ. പിന്നെ ചെകുത്താൻ MC, ഐ തിങ്ക് ഇവന് യൂട്യൂബ് ചാനൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആൻഡ് സിനാൻ ബ്രോ, ഇത് ലൂപ്പും സിനാനും ടീംമേറ്റ്സാണ്. ആൻഡ് ഗോഡ്സി ദിലു, അവന് നമ്മൾ പാതാളത്തെ ആളാണ്. ആൻഡ് സ്റ്റോം ഗോഡാണ് നമ്മുടെ അടുത്ത സ്റ്റാഫ് എന്നും പറഞ്ഞിട്ടുള്ളത്. സ്റ്റാഫിനെ ഞാൻ പരിചയപ്പെടുത്ത ഒരാൾ ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഞാൻ സ്റ്റാഫല്ല, സീരിയസ്ലി പറയാം. ഞാൻ ഗെയിം കളിക്കുക ഒരു മെമ്പറുള്ള രീതിയിലേക്ക് കളിക്കുക. ആൻഡ് പിന്നെ ബ്രോ സ്നൈപ്പറാണ് പാതാൾ നെറ്റ്വർക്കിൻ്റെ അഡ്മിൻ, അത് ഡെവലപ്പർ. അതേപോലെ പാതാൾ നെറ്റ്വർക്കിൻ്റെ അഡ്മിനായിട്ട് പറഞ്ഞിട്ടുള്ള ഹെക്സാൻ ബ്രോ ഉണ്ട്, അതും ഒരു സ്റ്റാഫാണ്. ആൻഡ് വൺ സ്റ്റാഫിന് നമ്മൾ ഒരു സ്റ്റാഫും കൂടി വേണമെന്നുണ്ട്, പക്ഷേ ഇത് റിക്രൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അനൗൺസ്മെൻറ്റിൻ്റെ തലേ ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യും. ആൻഡ് സ്റ്റോം ഗോഡ് അടുത്ത സ്റ്റാഫാണ്. അപ്പോൾ ഓരോ സ്റ്റാഫിനും ഹെക്സാനും സ്റ്റോമും ഐ തിങ്ക് ഡിസ്കോഡ് മാനേജ് ചെയ്യുന്ന സ്റ്റാഫായിരിക്കും. പിന്നെ സ്നൈപ്പറും പിന്നെ പുതിയ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റാഫ് നമ്മളെ ഇൻ ഗെയിം മാനേജ് ചെയ്യുന്ന സ്റ്റാഫായിരിക്കും. ഓക്കെ, പിന്നെ ഇതും കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റാണ്. നമ്മുടെ മച്ചൂസ് ഗെയിമിംഗ് ഓൾസോ ഹീസ് ഫ്രം പാതാൾ നെറ്റ്വർക്ക്. ആൻഡ് അഭിഷേക് ഫൈറ്റർ ഓൾസോ പാതാൾ നെറ്റ്വർക്ക്. ആൻഡ് ബ്രീസ് ഗെയിമിംഗ്, ഇങ്ങനെ കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അവരെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രോക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ എടുത്ത ഒരാളാണ് ബ്രീസ് ഗെയിമിംഗ്. ബ്രോയുടെ കണ്ടൻറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആളെ എടുത്തിട്ടുണ്ട്. അയാളുടെ കണ്ടൻറ്റൊക്കെ നൈസാണ്, വേണമെങ്കിൽ പോയി കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് സിംഗ് ലൗഡ് ഗെയിമിംഗ് ഈസ് ഓൾസോ ഫ്രം ന്യൂ മെമ്പർ. ആൻഡ് സനീറ്റ്സു നമ്മളെ ഈ പാതാൾ നെറ്റ്വർക്കിലാണ്. ടെർബോ, ഈ ലിസ്റ്റിൽ ഉള്ള 4 പേരും പാതാൾ നെറ്റ്വർക്കിലുള്ള. ഷാഡോ ഗെയിമറിനെ വെർട്ടിക്കലായിട്ട് കൊടുത്തതിന് കാരണം ഇവിടെ സ്ലൈഡ് സ്ഥലമുള്ളായിരുന്നു, അതുകൊണ്ടാണ്. എനിവേ, സനീറ്റ്സു, ടെർബോയ്, ലെവൽ എക്സ് ഗോഡ്, പിന്നെ ഷാഡോ ഗെയിം, ഇവിടെ 4 പേരും നമ്മൾ പാതാൾ നെറ്റ്വർക്കിലാണ്. എല്ലാവരുടെ ലിങ്കും ഞാൻ മാക്സിമം ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. ഓക്കെ, ബ്രോക്സ് പുതിയതായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയ ആളാണ്. നമ്മളെ മൈൻഡ് കളിച്ചപ്പോൾ ഫസ്റ്റിൽ
ഫസ്റ്റ് പീരീഡ് ഉണ്ടായിരുന്ന ബ്രോ ആയിരുന്നു ബ്രോക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ രംഗോക്കും നദീമൊക്കെ കൂടി സെറ്റ് ചെയ്തിട്ട് അടുത്ത് നൈബറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബ്രോയാണ്. അപ്പം ബ്രോയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. ഓക്കെ. ഞാൻ താഴെയുള്ള വേസ്റ്റ് ഗെയിമർ അത്യാവശ്യം അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ബ്രോയുടെ ഒരു SMP സെർവർ ഉണ്ടായിരുന്നു, റൈസ് SMP എന്നാണ് തോന്നുന്നു. എനിവേ ബ്രോയുടെ കണ്ടൻറ്റൊക്കെ നൈസാണ്. ആൻഡ് ഇത്രയാണ് നമ്മൾ പ്ലേയേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ സ്പോൺ ഐലൻഡ്. ഇവിടുന്ന് 3 ബ്രിഡ്ജ് ഡൈവേർജായിട്ട് പോകുന്നുണ്ട്. പിന്നെ നെതർ റാക്ക് വെച്ച സ്ഥലം നമ്മളൊരു എൻ്റെ പോർട്ടലല്ല നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യുന്ന സ്ഥലമാണ്. അത് ആർക്കാ കൊടുക്കാമെന്ന് നമ്മളിപ്പോൾ തീരുമാനിച്ചില്ല. അതിൻ്റെ ബിൽഡിൻ്റെ ചെയ്യാനുള്ള ആളെ പെർമിഷൻ ആർക്കാ കൊടുക്കാൻ ഇതുവരെ തീരുമാനിച്ചില്ല. അത് മിക്കവാറും വീക്ക്ലി ചലഞ്ച് വിൻ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അതിൽ നല്ല ബിൽഡ് ചെയ്ത ആൾക്കോ ആർക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ. ഇവിടെ നമ്മൾ ഹാർബർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബോട്ടൊക്കെ ഫ്രീ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതാ ദൂരെ കാണുന്ന മഷ്റൂം ഐലൻഡാണ് നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ്, അതായത് മുട്ടായിത്തെരുവ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോണും കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇവിടെ ഒരു സെൻട്രൽ ഹാള് മാതിരി സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഇത് ഒരാൾക്ക് ബിൽഡ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം. ഓൾസോ ഇവിടെ കുറച്ച് പ്ലോട്ടും കാര്യങ്ങളും തിരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വലിയൊരു മഷ്റൂം ഐലൻഡാണ് നമ്മൾ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. ഈ വലിയൊരു മാസീവ് ഐലൻഡാണ് നമ്മുടെ ടൗൺ ഐലൻഡ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ടൗൺ ഹാളും കോടതി പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു ഓഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വയ്യെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. ഇതാ വലിയൊരു മാസീവ് ഐലൻഡാണ് നമ്മുടെ ഇത്. ഓക്കെ. നമ്മൾ ഈ പാത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ സെറ്റായി, പാത്തല്ല ഈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് അത്യാവശ്യം ഓൾമോസ്റ്റ് ഇൻ ഗെയിമത്തെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ബിൽഡേഴ്സിനും ഒക്കെ ഒരു അവസരം കൊടുക്കുക. ഓരോ സെക്ഷൻ ടൈമിലായിരിക്കും നമ്മൾ അവസരം കൊടുക്കുക. ഓക്കെ. അപ്പോൾ വാട്ട് ഹാപ്പൻ ടു മൈ മൈൻഡ് ഓൾസോ വാട്ട് ഹാപ്പൻ ടു MMX അതാണ് ഇനിയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ഡിസ്ക്ലെയിമർ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഓൾസോ മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാക്കിയുള്ള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി അപേക്ഷിച്ച് കുറച്ച് ചെറുതും കുറച്ച് അധികം പ്രശ്നങ്ങൾ നടക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നമ്മളെ ഈ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് എഫക്റ്റ് ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇനി പറയാനുള്ളത് വാട്ട് ഹാപ്പൻ ടു മൈ മൈൻഡ് സെർവർ അവർ സീസൺ 3 ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റെപ്സൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ഞാൻ അതിന് ഇറങ്ങാനുള്ള കാരണം നമ്മൾ വയ്യെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മൈൻഡ് അവിടെ ഉണ്ട്. മൈൻഡ് എവിടേക്കും പോയിട്ടൊന്നുമില്ല. ഞാനാണ് അതിന് ലെഫ്റ്റായത്. കാരണം ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ വാട്ട് ഹാപ്പൻ ടു MMXP എന്ന് പറയുമ്പോൾ നമ്മൾ മൈൻഡ് പാത്താൽ കൊളാബ് ചെയ്തിട്ടൊരു സെർവർ ലോഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ഇട്ടില്ല ബിക്കോസ് ഓഫ് എക്സാം. ഇപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞൊരു ഇതിൽ നിന്നപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഐ തിങ്ക് ഞാൻ വീഡിയോ റെക്കോർഡ് വെച്ചായിരുന്നു, ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ ഞാൻ നൈസായിട്ട് ഡിലീറ്റ് ചെയ്തു. സോ അത് ഉണ്ടാവാനുള്ള കാരണം
നമ്മളെ മൈൻമൈൻ്റെ ടീമിലെ ഓണേഴ്സ് തന്നെ ആണ് ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായതല്ല. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നീച്ചപ്പോൾ നമ്മളെ സ്നൈപ്പർ ബ്രോക്ക് മെസ്സേജ് വന്നു, നമ്മളിങ്ങനെ കൊളാബറേഷൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റീസൺ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ താല്പര്യമില്ല, അവർക്ക് പൂജ സെർവർ തുടങ്ങണമെന്ന്. എനിവേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മൈൻഡിലത്തെ പോലും ചെയ്ത് ശരിയല്ല. കാരണം ഞാൻ സ്റ്റാഫാണ്, അതിനോ പിന്നെ മൈൻഡ് സെർവർ കാരനാണ് ഈ ചാനൽ വരെ ഉണ്ടായത്. ഐ നോ എവറിത്തിങ്, ബട്ട് എനിക്കത് ആക്സെപ്റ്റബിളായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലെഫ്റ്റായി. ആൻഡ് ഇപ്പം നമ്മളെ ദേവാസുര സെർവർ ഇപ്പം ഞാൻ അഡ്മിനായിട്ട് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ് യു ഗൈസ് നമ്മൾ മാക്സിമം ഒന്ന് സെറ്റാക്കി വരുന്നുണ്ട് സെർവർ. ഏപ്രിൽ 1 ആകുമ്പോഴത്തേനും ഒരു ഗ്രാൻഡ് നോക്കുന്നു. ആൻഡ് ഐ തിങ്ക് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ചീഫ് ഗസ്റ്റിനെ സെറ്റാക്കിയിട്ടുണ്ട്. ആരാണെന്ന് കൺഫേം ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് MMXP എന്ന് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇത് ഞാൻ ഡിസ്ക്ലെയിമർ പറഞ്ഞ പോലെ ഹെയ്റ്റും കാണും സ്പ്രെഡ് ചെയ്യാതെക്കുക. കാരണം വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കൊളാബറേഷൻ. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയില്ല. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇനിയും ഫ്യൂച്ചറിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. എനിവേ ഇത്രയൊക്കെയാണ് നമ്മളെ മറ്റേ ദേവാസുര സെർവറിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഓൾസോ നമ്മുടെ ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് താഴത്ത് കൊടുക്കാം. എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക, സപ്പോർട്ടാക്കുക. ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ യൂട്യൂബ് ലിങ്കും മാക്സിമം നമ്മൾ കൊടുക്കാൻ നോക്കുക. ചിലപ്പം ഞാൻ കൊടുക്കാൻ ചാൻസ് ഇല്ല, കാരണം ടൈം ഓരോന്നും ലിങ്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. എനിവേ നിങ്ങളായാലും അവർ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എനിക്കറിയാം. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അഡിയോസ് ഗായ്സ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ ബൈ. മിക്കവാറും നെക്സ്റ്റ് വീഡിയോ നമ്മളെ ലൈവായിരിക്കും. അതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിവേ അഡിയോസ് ഗായ്സ്.